ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലിട്ട് എല്ലാ മച്ചാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെമ്മീൻ വളവെടുപ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നിങ്ങളായിരിക്കും ഇത് ഏതൊരു സ്ഥലം എന്ന് നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇത് വേറൊരു ചെമ്മീൻ കെട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് നിറച്ചും ചെമ്മീനാണ്, അത് നമ്മളിന്ന് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ഇവിടെ കുറേ ഇങ്ങനെ നമ്മൾ പച്ച നെറ്റെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം കുറച്ച് പൊന്തിച്ചിട്ടെല്ലാം ഉണ്ട്. കാരണം ഇവിടെ വിളവെടുപ്പിൽ പറഞ്ഞാൽ അത്ര ചില്ലറക്കാരല്ല, നല്ല കഷ്ടപ്പാടും ഇതെല്ലാം വേണം, നല്ല പണിയുണ്ട് ഈ വിളവെടുപ്പ് പറഞ്ഞാൽ. ഇപ്പം വലയിലിട്ട് വെക്കുവാണ്, അതിന് നമ്മളെ ചെമ്മീൻ കയറിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ഇതിൽ ഒരുപാട് സൈസിൽ ചെമ്മീൻ്റെ എല്ലാമാണ് കേട്ടേ. നമുക്ക് എന്തായാലും ചെമ്മീൻ വിളവെടുക്കുമ്പം കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതേ സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ കുന്നേരമാണ്. കുന്നേരം എവിടെ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇപ്പോൾ കുറേ ഏട്ടന്മാരിൽ ഇങ്ങനെ വലയിലും വട്ടത്തിലും ത്രികോണത്തിലെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ആടെ കുറേ ഏട്ടന്മാർ വേറെ പണിയിലെല്ലാം ഉണ്ട്. ഇടിപ്പം നമ്മൾ വലയിടുന്ന തിരക്കിലാണ്. അപ്പോൾ ഗൈസ് ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ചെമ്മീനെ നമ്മൾ പിടിച്ചിട്ട് ഇവിടെ ഐസുമ്പളത്തിനുണ്ട്. ഐസുമ്പളത്തിന് മുക്കിന് എന്തിനാണെന്ന് വെച്ചാൽ അതായത് ഇത് ചാവാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ച് തുള്ളിയിലും പോകും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഐസുമ്പളത്തിലിടുന്നത്. ഐസുമ്പളത്തിലിട്ടിട്ട് മറ്റേ ഇഞ്ചി നമ്മൾ ഇങ്ങനെ എന്താണ് പറയല്, ഒരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ തൂക്കും. എന്നിട്ട് NP ലോറി, അതായത് നമ്മളെ പാൻറ് ലോറിയിൽ നേരെ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിലായിട്ടും കൊണ്ടുപോകും. അപ്പം ഇപ്പം ഐസ് ഇങ്ങനെ പെട്ടിയിൽ നിറക്കുവാണ് ചെമ്മീനിലോട്ടിട്ട്. അപ്പോൾ ഗൈസ് ഈ ഐസുമ്പളത്തിൽ മുക്കി വെച്ചാൽ ഇത് പെട്ടെന്ന് ചാവും. ഇതിൻ്റെ വെള്ളം അത് തണുപ്പധികം സഹിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ കുറേ ബോക്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹം ഉണ്ടാവും എത്ര ചെമ്മീൻ കിട്ടുന്നു. ഇവിടെ ഇഷ്ടം പോലെ ബോക്സ് ഉണ്ട്. ഒരു ബോക്സിൽ തന്നെ കുറേ ചെമ്മീൻ കിട്ടും. നമുക്കില്ല ഒരാഴ്ചത്തേക്ക് തന്നെ വേണ്ട ചെമ്മീനെല്ലാം ഉണ്ട്. അപ്പം നല്ല കുറേ ചെമ്മീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ചെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് തൂക്കുവാണ്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതിന് എനിക്കറിയില്ല, നല്ല സൈസുള്ള ചെമ്മീനാണ് ഗൈസ്. ഇത് സാധാരണ ചെമ്മീൻ വെച്ചാൽ കുറച്ച് ചെറുതല്ലേ, അതിൻ്റെ 3 എണ്ണം ഉണ്ട്, ഇതിൻ്റെ ഒറ്റ ഒന്ന് ഗൈസ്. അത്രക്കും വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാണുന്നുണ്ടാവും ഗൈസ് എത്ര വലിപ്പമുണ്ട്. ഇതെല്ലാം ഒരു വീട്ടിൽ 5 എണ്ണം പൊരിച്ചാൽ തന്നെ എല്ലാവർക്കും എത്തും. പക്ഷേ ഇത് നല്ല വെറിയന്മാരിലുള്ള വീട്ടിൽ കുറേ വേണ്ടി വരും. അപ്പോൾ ഈ സീഡി ഇപ്പം വല കുറച്ച് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് വലിക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് പോയിനൊക്കെ സമയം കൊണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ഒന്ന് അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വീഡിയോ ഒരു വല ഇങ്ങനെ വലിക്കുന്ന തിരക്കിലാണ്. കുറേ ആൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ഇങ്ങനെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഒരാള് വേണ്ടേ? ഏട്ടാ ഓയ് ഒരാള് വരാ, ഒരാള് നടുക്കൊന്ന് അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീൻ കുട്ടന്മാരിലിടുന്ന് തുള്ളിക്കളിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അത്യാവശ്യം കുറേ ചെമ്മീനുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം വല ഇങ്ങനെ നമ്മൾ കരക്കേക്ക് വലിക്കുമെന്ന് നല്ല കനുണ്ടെന്നാണ് തോന്നുന്നത്. ഏട്ടന്മാരിൽ വലിക്കണണ്ടാൽ തന്നെ വരും, കാരണം അത്രക്കും ചെമ്മീനുണ്ടാവും. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ഏട്ടന്മാർ ആ വെള്ളത്തിന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുണ്ട് നമ്മളെ ഈ ഒരു ചെമ്മീൻ്റെ കെട്ട് പറയുന്നത്. ഈ വലിയിട്ട സ്ഥലത്ത് മൊത്തം ചെമ്മീനാണ്, അതിൻ്റെ പുറത്തുണ്ടോ അറിയില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഇപ്പം നമ്മളെ വലവലിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ കരക്ക് ചെറുങ്ങനെ രണ്ട് മൂന്ന് കുറേ ചെമ്മീനെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കുറേ എണ്ണം ഇങ്ങനെ വലക്കൽ വന്ന് പറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ വല വലിക്കുമ്പോൾ ആ ഒരു ഫോഴ്സിൽ തെറിച്ചുകൊണ്ട്, പിന്നെ കുറേ എണ്ണം വെള്ളത്തിന് തുള്ളിക്കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസിലെ ചെമ്മീനാണ് ഗൈസ്. എന്തായാലും നമുക്കിനി നേരെ എവിടെ പോവാം? എവിടെയും പോയില്ല ഗൈസ്, അവിടെ ഇവിടെ തന്നെ ഇല്ലേ. അപ്പോൾ ഇവിടെ കുറേ ആൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വല വലിക്കുന്നുണ്ട്. അപ്പോൾ താഴെ കുറേ ഏട്ടന്മാരുണ്ട്. അപ്പോൾ ഇത് നല്ല കനമുണ്ട് തോന്നുന്നു, നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഗൈസ്. ഇത് വെറും ഒരു നിസാരപ്പണിയല്ല. ഈ ചെമ്മീൻ വിളവെടുപ്പ് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആരും അധികം സ്കിപ്പാക്കാണ്ട് കാണുക. സ്കിപ്പാക്കി നിങ്ങൾക്ക് ഇത്രയും വലിയ ചെമ്മീനെല്ലാം വളരെ നഷ്ടമായിരിക്കും, തിന്നാനല്ല കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളെ വല ആടുന്ന് കുറച്ച് ഇങ്ങോട്ടെത്തിയുണ്ട്. കാരണം നമുക്കിപ്പം ഇങ്ങനെ കരക്ക് എടുത്തേക്കാക്കിയിട്ട് കരക്കുന്ന് ഇങ്ങനെ കോരണം, എന്നാലേ നമുക്ക് ഈ ചെമ്മീൻ ഒത്തി കിട്ടൂലൂ.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതിൽ ചെമ്മീൻ മാത്രമേ ഉള്ളൂ, അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത. നമ്മളെ പഞ്ചയിലും കുറേ മീനുണ്ട്, ഏത് എന്താണ് കരിമീൻ അങ്ങനത്തെ മാലാൻ അങ്ങനത്തേലും ഉണ്ട്. ഇവിടെ ചെമ്മീൻ മാത്രമേ വളർത്താനുള്ളൂ, അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് വലിക്കാൻ തുടങ്ങി, എല്ലാവരും നിന്ന് തളർന്നു എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ വല കുറച്ച് ഇങ്ങോട്ടത്തിണ്ട്, അത്യാവശ്യം ഇല്ല കുറച്ച് ഇങ്ങോട്ടത്തിണ്ട് ഗൈസ്. അപ്പം ഇപ്പം എല്ലാവരും നല്ല കഷ്ടപ്പാടിൽ ചാക്കലും വെച്ചിട്ട് ഇങ്ങനെ വല വലിക്കുമെന്ന്. അപ്പോൾ അത്യാവശ്യം ചെമ്മീനെല്ലാം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കിട്ടിയിട്ടൊക്കെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എത്ര ചെമ്മീനെല്ലാം കിട്ടും നോക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ കുറച്ച് കിട്ടിയിരുന്നു, ഇതിപ്പം എത്ര കിട്ടും എന്ന് എനിക്കറിയില്ല ഗൈസ്. കുറേ എണ്ണ നടന്ന് തുള്ളി കളിക്കുന്നുണ്ടാ. അപ്പം നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ വല വലിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കനമുണ്ട്, അവരെ വലിക്കലുണ്ടാൽ തന്നെ ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്കിത് പറഞ്ഞുകൊണ്ട് നിൽക്കണം, എത്ര ചെമ്മീൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഒന്ന് ഊഹം പോലും ഇല്ല ഗൈസ്. കുറേ ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. അപ്പം അപ്പുറത്തുനിന്ന് കുറേ ഏട്ടന്മാരെ നിന്നിട്ടെല്ലാം വരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോ. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീനെല്ലാം ഇപ്പോൾ കരക്ക് വൃത്തി കാണുന്ന നല്ല സൈസിലെ മീനാണ്. നിങ്ങൾ വെള്ളത്തിൽ ചെമ്മീൻ നീന്തുന്ന കാണുന്നുണ്ടാവും. ഇപ്പം കുറേ എണ്ണം വലക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെമ്മീനെ കാണുന്നുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഞാൻ ലൈക്ക് ചെയ്യാൻ കുറേ വട്ടമായി പറയും. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ഏട്ടന്മാർ അങ്ങനെ നമ്മളെ വല കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആയാൽ ഇങ്ങോട്ടെത്തും. ഞാനും ഇവിടുന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോയാലും പൊരിച്ചു തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ചെമ്മീൻ പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചെമ്മീൻ പൊരിച്ച ഇഷ്ടമാണോ എന്ന് പറയുമതായ. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീനെല്ലാം കൂടെ കരക്ക് ഇങ്ങനെ കരക്കല്ല വലേൻ്റെ അടുത്തേക്ക് അതാ കുറേ എണ്ണം തെറിച്ച് പോയി ഗൈസ്. വല വലിക്കുന്ന ഫോഴ്സ് കൊണ്ട് കുറേ എണ്ണം വെറുതെ ആടുന്നുള്ളിൽ കളിക്കുന്നുണ്ട്. ഇതാ ചെമ്മീനെല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് നീന്തുവാണ് ഗൈസ്. അപ്പം നല്ല സൈസിലെ ചെമ്മീൻ മാത്രമേ ഇല്ലൂ ഇപ്പം കാണുന്നത്. സാധാരണ പോലത്തെ ചെമ്മീനൊന്നും കാണുന്നില്ല. ഇപ്പം ഈ ഒരു വലേൻ്റെ സൈഡ് മൊത്തം നല്ല അത്യാവശ്യം നല്ല സൈസിലെ ചെമ്മീനാണ് ഗൈസ്. പിന്നെയും എല്ലാത്തിനെയും പൊരിച്ചു എന്ന് ആലോചിച്ചൊക്കെ എനക്കെന്നെ വായിൽ വെള്ളം വരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീൻ കൂട്ടന്മാർ കുറച്ചെണ്ണം ഇങ്ങോട്ട് തിന്നു. വല കുറച്ച് അങ്ങോട്ടെല്ലാം ഉണ്ട്, പക്ഷേ കുറച്ച് ചെമ്മീൻ നമ്മളെ ഇങ്ങോട്ട് നീന്തി തന്നെയാണെന്ന് തോന്നുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വലയെല്ലാം കുറച്ച് അടുത്തത് നമുക്ക് ചെമ്മീനെല്ലാം അടുത്ത് വരുമ്പം നമുക്ക് ഇനി കാണാൻ കഴിയും. ഇതങ്ങോട്ട് പഠിച്ചു ചെറുതായിട്ട് പിടിച്ചു നോക്കെ. പല പിടുത്തം പിടിക്കാതെ വണ്ടി ഇരിക്കുന്ന ആള് നല്ല ഇനി ബാക്കിലേക്ക് ഇരിക്കേ ചാക്ക് തന്നെ. ഇല്ല നീ പിടിക്കാടാ. ആ അങ്ങനെ പിടി. ആ പിടി. ആ കിടക്ക കിടക്ക ഇവിടെ തട്ടാങ്കള. ആ പിടി, നിങ്ങൾ പിടി. കയറ്റിയാടാ പിടിച്ച്. തട്ടിക്കളയാങ്കള. ഇറക്കോല അങ്ങനെ വല പിടി. നമ്മളെ പിടി ഇവിടെ പിടിയടാ മേവല. വലയങ്ങ് ഇറക്കും. ഓക്കെ വാ വരട്ടെ വല
നേരെയൊക്കെ പിടിച്ചോ. ഇങ്ങോട്ട് മേലെ പിടിച്ചോ, ഇച്ചിരി മേലെ പിടിച്ചു. ഇവിടെ കട്ടിക്കട്ടെ. ഒരാള് ഞാൻ അടുത്ത് വന്നു. ഒരാളാ തട്ടേ അതെ വേലിക്കുന്നല്ലേ അത് ഊരിയെന്നല്ലേ ഇവിടെ അതോ ഇല്ല അവിടെ ചെല്ലണം. ആ അറ്റ ഒന്ന് പിടിച്ചിരുന്ന ബ്ലൂട്ടൺ വെച്ച് അതങ്ങോട്ട് ഇത് പിടി. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീനെല്ലാം കരക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടതും ബാക്കിലൊന്നും ഒരു വലയാണ്, അത് നമ്മൾ ഈ ചുവന്ന വലേൻ്റെ അടിയിൽ വിരിച്ചാണ്. അപ്പം ഈ ചുവന്ന വലയിൽ നിന്ന് നമ്മളിപ്പോൾ ചെമ്മീനെല്ലാം ഇങ്ങനെ ആ വലയിലേക്ക് കളക്കും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കോരി എടുക്കണം ഗൈസ്. ഇത്രയും ചെമ്മീൻ കണ്ട ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ചെമ്മീൻ ഫ്രീ ആയി കിട്ടിയാൽ നിങ്ങൾ എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നിറച്ചും ചെമ്മീനാന്ന് എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നത്. കറിയൊക്കെ ചെയ്യും പൊരിച്ചലും തിന്നും വാലയ്ക്കുമ്പോൾ നമ്മളെ കുറേ ചെമ്മീൻ കുട്ടന്മാർ കിടന്ന് തുള്ളിക്കളിക്കുന്നുണ്ട്. അതിലും നേരം ആ വെള്ളത്തിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ കോരി എടുത്തിട്ട് LP ലോറിയിൽ കൊണ്ടുപോകും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം, വീടുത്താക്കാർക്കെല്ലാം അങ്ങനെയല്ല വന്നാലും വാങ്ങാമായിരിക്കും. അപ്പം നിങ്ങൾക്ക് അടുത്ത ചെമ്മീൻ ഇങ്ങനെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും വന്നോളൂ. നമ്മൾ ഇന്നും പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളെ ചെമ്മീനെല്ലാം ഇപ്പം നമ്മൾ ആ ഒരു വലേൻ്റെ ഒരു പച്ച കളർ വലേൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. നമുക്കതിനെ കോരി എടുത്തിട്ട് അവിടത്തേക്ക് കൊണ്ടുപോകണം. അപ്പം നമുക്കിനി ആടെ വെച്ച് വേണം. സ്റ്റാർട്ടാക്കി വെച്ചോ, സ്റ്റാർട്ടാക്കി വെച്ചോ, സ്റ്റാർട്ടാക്കി വെള്ളം കുടിക്കും. നമ്മള് പോരുന്ന സാധനം വെള്ളം വേണ്ടേ അകത്ത്. ഓ കണ്ണും കാണാതെ കണ്ണും കാണുന്നില്ല. അപ്പോൾ നമ്മളിപ്പം ചെമ്മീനെല്ലാം കോരിയിട്ട് ഒരു സാധനത്തിലാക്കണം. ആ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഇപ്പം നമ്മൾ ഒരു വട്ടം ആ ഒരു കൊട്ടയിൽ കോരിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ചെമ്മീനായിട്ടിൻ്റെ ചുറ്റും തുള്ളി കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ കോരുവല പോലത്തെ ഒരു സാധനം നെറ്റിൻ്റെ ഇങ്ങനെ സഞ്ചി പോലത്തെ അതിൽ നമ്മളിപ്പോൾ ആ ചെമ്മീന ഇടുവാണ്. എനിക്കിങ്ങനെ ഒരു 3 കൊട്ടയിലും കയറുന്നു. നമുക്ക് എന്തായാലും നോക്കാം.
ഒരു കൊട്ട ഇപ്പം നമ്മളെ ഏട്ടൻ വേറൊരു ഏട്ടൻ ഇത് നെറ്റിൻ്റെ സാധനം പിടിക്കുന്നുണ്ട്, അതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. ഇതന്നെ നല്ല സൈസ് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞാൽ നല്ല സൈസിൽ ചെമ്മീൻ മാത്രമേ ഇതിലുള്ളൂ അധികം. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ കൊട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ കൊട്ട ഏട്ടൻ കോരുന്നുണ്ട്. അപ്പം ഈ ഒരു നെറ്റിൻ്റെ സാധനം മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പം ഗൈസ് ഇതന്നെ ഒരു നെറ്റിൻ്റെ സാധനം ഒരാഴ്ചത്തേക്ക് ഇല്ല ചെമ്മീനുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഈ അർബാനയിലൊക്കെ അർബാന കേട്ടോ നമ്മുടെ നാട്ടിൽ പറയലേ. അപ്പം നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ആ ചെമ്മീനെ നേരെ അർബാനയിലേക്ക് ഇടണം, എന്നിട്ട് ആ ലോറീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഈ അർബാനയിൽ 1-2 റേയിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഒരു ഇത് ഒന്നാണ് ആ വലേൻ്റെ സാധനം എന്തായാലും അതായത് നമ്മളെ ചെമ്മീൻ എന്തായാലും അർബാനയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത കൊട്ടയായിട്ട് നമ്മളെ ഏട്ടനാളൊക്കെയുണ്ട്. അപ്പം നമ്മൾ വേറൊരു നെറ്റിൻ്റെ സാധനം ആ സമയം കൊണ്ട് നിർത്തിയിരുന്നു. അതിപ്പോൾ നമ്മൾ അർബാനയിൽ വെക്കാനുള്ള പണിയിലാണ് ഗൈസ്. അപ്പം നല്ല സൈസിലെ മീനാണ്. എനിക്ക് ഇങ്ങനെ പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല ഗൈസ്, അത്രയ്ക്ക് സൈസ് ഉണ്ട്. കുറേ ചെമ്മീൻ അത്രയ്ക്ക് സൈസിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരുമിച്ചാണ് നിങ്ങൾ കാണിച്ചതെന്ന് പറയാം. അപ്പോൾ ഗൈസ് രണ്ടാമത് നമ്മളെടുത്ത് അർബാനയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി നേരെ പോകുന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി നേരെ പോകുന്നുണ്ട്. കുറേ അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ ഏട്ടൻ കോരുന്നുണ്ട്, വലയിലിടുന്നുണ്ട്, എടുത്തുകൊണ്ട് പോയിട്ട് അർബാനയിൽ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഏട്ടൻ ഭയങ്കര ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അത് കോരി ചെയ്തതിന് കുറച്ച് പണിയാണ് ഗൈസ്. അപ്പോൾ ഈ ചുറ്റും കുറേ ഏട്ടന്മാർ പിടിക്കുന്നുണ്ട്. ചെമ്മീൻ പോകാണ്ടിരിക്കാനാണ് പിടിക്കുന്നത്. നല്ല ഹൈറ്റിൽ പിടിച്ച ചെമ്മീനൊന്നും തുള്ളി പോകാൻ പറ്റൂല. അപ്പോൾ ഗൈസ് നമ്മളെ ഒന്നാമത്തെ ഈ ഒരു ഇല അയ്യോ അർബാന മറന്നു ഗൈസ്. ഈ ഒരു ഇല ഒന്നാമത്തെ കൊട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടുന്നെല്ലാം കുറേ എണ്ണം പടക്കുന്നുണ്ട് ഗൈസ്. നല്ല പടക്കണ ചെമ്മീനാണ്. ഇപ്പം വന്നാൽ പടക്കുന്ന ചെമ്മീൻ വാങ്ങാം, പക്ഷെ കഴിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ മൂന്നാമത്തെ കൊട്ട ചെമ്മീനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കെട്ടണം, ചെറുങ്ങനെ കെട്ട് ലൂസായി പോയാൽ എല്ലാം കൂടി പുറത്തേക്ക് ഇടും, പിന്നെ ഭയങ്കര പണിയായിരിക്കും. അപ്പം ആടെയാണ് നമ്മൾ ചെമ്മീനെ തൂക്കലും പരിപാടിയല്ലേ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകണം. അപ്പോൾ ഈ ഇപ്പം നമ്മുടെ വല ഇങ്ങനെ കരക്കടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇങ്ങനെ കൊട്ട കൊണ്ട് കോരലും അത്ര സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കും. അത്ര സിമ്പിളൊന്നും അല്ല ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ചെമ്മീൻ കൊട്ടന്മാർ ഇവിടെ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അവർ ഈ കുറച്ച് സമയം കൊണ്ട് ചത്തുന്നു ഗൈസ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങളിപ്പോൾ കാണും. ഇത് തന്നെ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളൊരു വലിയൊരു ചെമ്പിൽ ഐസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മളെ രണ്ട് മൂന്ന് കൊട്ട ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ചെമ്മീൻ ഇപ്പം നമ്മളെ ഈ വെള്ളത്തിലിട്ട് ഐസ് ഇട്ട് പൊട്ടിക്കും. അപ്പോൾ ഐസ് വെള്ളമില്ല. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ കിടന്ന് ചെമ്മീൻ ഐസായിട്ട് അതിങ്ങനെ ചത്തു. അങ്ങനെയാണ് ഇപ്പം നമ്മളെ ചെമ്മീൻ കൊട്ടന്മാരെ ഇറങ്ങാൻ ആ ഒരു കൊട്ടയിലാണ് കണ്ടിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഈ ഒരു സഞ്ചി ചാക്കിന് പറയാം. ചാക്ക് ചെമ്മീനും നമ്മൾ കയ്യിലിട്ടിട്ടുണ്ട്. നമ്മളെ വണ്ടീന് നേരെ അടുത്തേക്ക് പോകും ഗൈസ്. അവിടെ വെച്ചാൽ അപ്പോൾ ഗൈസ് ഈ ഒരു ഐസും വെള്ളത്തിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് തൂക്കി കൊടുക്കലാണ്. അതായത് ഈ തൂക്കിയിട്ട് മറ്റുള്ളവരിക്കലും വിൽക്കൽ. അപ്പം ഗൈസ് ഇവിടെ ഒരാട്ടൻ ഇങ്ങനെ കണക്കെല്ലാം ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഈ തൂക്കിയ ചെമ്മീനെല്ലാം നേരെ LP ലോറിയിൽ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്കും ഗൈസ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ജെമ്മീനിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.